ഹലോ സഖാവ്, സംസാരിച്ചോളൂ. കേൾക്കാമല്ലോ സഖാവ്? കേൾക്കാമല്ലോ, സംസാരിച്ചോളൂ. പവർ ഓഫ് യൂത്തിന്റെ പങ്കാളികളായിട്ടുള്ള മുഴുവൻ സഖാക്കളെയും കേരളത്തിലെ ഡിവൈഎഫ്ഐ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. നമസ്കാരം. കേരളം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നെറുകയിലാണ് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴത്തെ കേരളീയ രാഷ്ട്രീയത്തെ നാം വിലയിരുത്താൻ. നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദി കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാത്രമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമ്പോൾ 2 സീറ്റിന്റെ ഭൂരിപക്ഷമാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. ആ 2 സീറ്റിന്റെ ഭൂരിപക്ഷം നേടി ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി തുടങ്ങുമ്പോൾ തന്നെ UDF-നകത്ത് വലിയ സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടായി. കോൺഗ്രസിനകത്താണെങ്കിൽ കെ മുരളീധരൻ, PN പ്രതാപൻ, VD സതീശൻ, ശക്തൻ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊന്നും മുൻസ്ഥാനം കിട്ടാത്തതിന്റെ വലിയ തർക്കം കോൺഗ്രസിനകത്ത് നിലവിൽ. കേരള കോൺഗ്രസ് മാണിക്കകത്ത് ജോസഫ് മാണിയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അതേപോലെ തന്നെയാണ് മുസ്ലിം ലീഗിനകത്ത് 5ാം മന്ത്രിയെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ നടന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള അബ്ദുൾ സമദ് സമദാനിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയൊന്നും അത് ലീഗിനകത്ത് കൊണ്ടുണ്ടാക്കി. മുസ്ലിം ലീഗിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് പോയി. അങ്ങനെ UDF-നകത്ത് വലിയ സംഘർഷങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് പറ്റി കേരളത്തിലായിരുന്നു. അപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അസംദിഗ്ധമായി കേരളത്തോട് പറഞ്ഞത്, ഏതെങ്കിലും രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ഞങ്ങൾ തയ്യാറല്ല, എന്നാൽ ഞങ്ങൾ മാനിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയാണെന്ന് ആശങ്കക്കിട വരവിരിക്കുന്നത്. അല്ലെങ്കിൽ അന്ന് ഒരു അതിന്റെ സമീപനം ഇടതുപക്ഷമോ സിപിഎമ്മോ ഇടുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒന്നുമായിരുന്നില്ല. ഇപ്പോ ഒരു വർഷം കഴിയുമ്പോൾ ജനവിരുദ്ധമായ നയങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിൽ ജനങ്ങൾ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന് അണിനിരക്കുകയാണ്. ആ പ്രതിഷേധം UDF-നകത്ത് ശക്തമായ രീതിയിലേക്ക് അനടിക്കുന്നു. സോഷ്യലിസ്റ്റ് ജനത ഈ UDF-ന്റെ പരിപാടിയിൽ അസംതൃപ്തരായ ഒരു ഭാഗത്ത് നിൽക്കുന്നു. മാണി കോൺഗ്രസിനകത്ത് തന്നെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അസംതൃപ്തരായിരുന്നു. PC ജോർജിന്റെ വെല്ലുവിളിയും ഈ മാറാമ്പിത്തരവൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലപാട് ജോസഫിനോടൊപ്പം നിൽക്കുന്ന MLA-മാരും കൂട്ടർ ഒരു ഭാഗത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ ഈ ധിക്കാരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ അധികാരം നിലനിർത്താൻ ഉമ്മൻചാണ്ടി കണ്ടെത്തിയ മാർഗമാണ് MLA-മാരെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളത്. ഉത്തരേന്ത്യയിൽ മാത്രമാണ് നമ്മൾ ഈ ചാക്കിട്ട് കൊടുത്ത രാഷ്ട്രീയം കണ്ടിട്ടുള്ളത്. 1991 നമ്മുടെ നരസിംഹറാവുവിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നരസിംഹറാവു കോടിക്കണക്കിന് രൂപ കൊടുത്ത് MP-മാരെ വെച്ചു. കഴിഞ്ഞ 14ാം ലോക്സഭയുടെ കാലത്ത് UPA ഗവൺമെന്റിനുള്ള പിന്തുണ ഇടതുപക്ഷം പിൻവലിച്ചപ്പം കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ MP-മാരെ വെളുപ്പെട്ടാൻ കോൺഗ്രസ് അത് പ്രയോഗിച്ചത്. ഇത് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉത്തരേന്ത്യയിൽ മാത്രം നാം കണ്ടിരുന്ന ഒരു കുതിരക്കച്ചവട രാഷ്ട്രീയം കേരളത്തിലേക്ക് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു. 2 തവണ MLA ആക്കി. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും വലിയ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാക്കി പാർട്ടി വളർത്തിയെടുത്ത ഒരാളാണ് ചിലവരെ. ആരും അറിയാതെ അവരിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അനാഥനായ ഒരു ചെറുപ്പക്കാരനെ പാർട്ടിയിലെടുത്ത് പാർട്ടി വളർത്തി പാർട്ടി വിവാഹം കഴിച്ചു കൊടുത്തു. ഭാര്യയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ, സഹകരണ ബാങ്കിൽ ജോലിയാക്കി കൊടുത്തു. 4 ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്ന ശമ്പളം. 3 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2 തവണ MLA ആയി. എല്ലാം കൊടുത്തിട്ട് അവസാനം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയാം, CPIM എന്നെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അന്ന് പത്രക്കാരെ ചോദിച്ചു, അന്ന് UDF-ൽ ചേരുമെന്ന് സെൽവരാജനോട് ചോദിച്ചപ്പോൾ സെൽവരാജൻ പറഞ്ഞു, UDF-ൽ ചേരുന്നത് ആത്മഹത്യയാണ്. എന്നാൽ 2 ആഴ്ച കഴിയുന്നതോടുകൂടി 3 രൂപ മെമ്പർഷിപ്പ് സെൽവരാജൻ കോൺഗ്രസ് കൊടുക്കുക. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ നെയ്യാറ്റിന്റെ സ്ഥാനാർത്ഥികളാവാനും മത്സരിക്കാനും MLA ആവാനും മന്ത്രിയാവാനും ഒക്കെ യോഗ്യരായി വർഷങ്ങളായി ജനിച്ചതുകൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി നേതാക്കന്മാർ നെയ്യാറ്റിൻകരയുണ്ടായിരുന്നു. സെൽവരാജനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. നെയ്യാറ്റിൻകര ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പരമ്പരാഗതമുണ്ടെന്നൊന്നുമല്ല. നേരത്തെ അവിടുത്തെ
രാഷ്ട്രീയ സമൂഹം ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ടായിരുന്നു. അത്തരമൊരു മണ്ഡലത്തിനകത്ത് കഴിഞ്ഞ തവണ നേരത്തെ അവിടെ തമ്പാനൂർ രവി ഉൾപ്പെടെ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിനകത്താണ് 40 കൊല്ലക്കാലം CPIM-ന്റെ പ്രവർത്തകനായി കോൺഗ്രസിനെതിരായി നിന്നൊരു മനുഷ്യൻ ഒരു ദിവസം നേരം വെളുത്ത് വന്ന് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് നേടി നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാവുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ ശക്തമായി നിലനിൽക്കുക. കഴിഞ്ഞ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് TV രാജേഷിന്റെ നേതൃത്വത്തിൽ ഈ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഒരു യൂത്ത് മാർച്ച് നടന്നു. ആ യൂത്ത് മാർച്ചിൽ ഞാൻ കൂടി അംഗമായിരുന്നു. 6 ദിവസവും നെയ്യാറ്റിൻകരയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി ഇന്ന് രാവിലെയാണ് തിരിച്ചു കോഴിക്കോട്ടെത്തിയത്. അവിടെ ജനങ്ങളുടെ ഇടയിലുള്ള വികാരം സെൽവരാജിന് വോട്ട് കയറാൻ കഴിയില്ല. ഏതെങ്കിലും വോട്ട് കയറി സെൽവരാജിന് വോട്ട് ചോദിച്ച് അവിടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അനുഭാവികൾ UDF അനുഭാവികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സെൽവരാജിനോട് ചോദിക്കുന്ന കാര്യം, അടുത്ത 10 മാസം തന്നെ CPM-ന് വേണ്ടിയിട്ട് വോട്ട് പിടിച്ച നീ ഇനി പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൽ ജയിച്ചു പോയാൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുമോ എന്ന് ജനങ്ങൾ തുറന്നു ചോദിക്കുക. അപ്പോ വോട്ട് ക്യാമ്പയിന് പോലും സെൽവരാജിന് ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി അവിടെ ഉണ്ടാവുന്നു. കോൺഗ്രസിനിടയിലുള്ള കടുത്ത അസംതൃപ്തി ഉണ്ടാവുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സെൽവരാജൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കാലത്തും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടെ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും സെൽവരാജൻ ജയിക്കരുത് എന്നുള്ള നിലപാടാണ് അവിടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ രീതിയിലേക്ക് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി ജയിക്കാം എന്നുള്ള UDF-ന്റെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങൾക്കകത്ത് 3 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള S. ലോറൻസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു അഡ്വക്കേറ്റിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കുന്നത്. അതെല്ലാം കൂടി വെച്ച് ഒരു അനുകൂല ഇടതുപക്ഷത്തിനെതിരായി വലിയ രീതിയിലേക്ക് നെയ്യാറ്റിൻകരയിലുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ് കേരളത്തിലാകെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിറവം തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വീഴ്ചയുണ്ടായി. പിറവം തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം നിന്ന ശക്തികൾ മുഴുവൻ ഇപ്പോ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ UDF വിരുദ്ധമായ നിലപാട് നെയ്യാറ്റിൻകരയിൽ എടുക്കാണ്. ഈ പിറവം തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നെയ്യാറ്റിൻകരയിൽ സെൽവരാജിനെ കാല് മാറ്റിക്കൊണ്ടുവരുന്നത്. പിറവം തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റുന്നതിന് വേണ്ടി ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവിടെ ഈ പിറവത്ത് UDF-ന് പിന്തുണ കൊടുത്ത എല്ലാ ജാതി സംഘടനകളും UDF-ന് പിന്തുണ കൊടുത്തു. ആ പിന്തുണ കൊടുത്ത സംഘടനകളിൽ പലതും നെയ്യാറ്റിൻകരയിൽ UDF-നെ അനുകൂലിക്കാൻ ഞങ്ങൾ തയ്യാറല്ലാന്ന് പ്രഖ്യാപിച്ചിരിക്കാം. എന്താ കാരണം? കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷമാകെ മുസ്ലിം ലീഗ് കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം പോവുകയാണ്. ഒരു വർഷക്കാലത്ത് UDF-ന്റെ ഭരണത്തിനിടയിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തീവ്രവാദികൾ ഈ കേരളത്തെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിലെ യഥാർത്ഥ അക്രമങ്ങളിലെ യഥാർത്ഥ പ്രതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ അന്വേഷണവും മാറാട് കൂട്ടക്കൊല കേരളത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. 14 മനുഷ്യജീവനുകളാണ് മാറാട് നഷ്ടപ്പെട്ടത്. 1 മാറാട് കലാപം കഴിഞ്ഞ് 2ാം മാറാട് കൂട്ടക്കൊല നടന്നു. 9 ഒരു ദിവസം വൈകുന്നേരം ഒരു കൂട്ടം തീവ്രവാദികളിൽ നിന്ന് ഭീകരമായി ആക്രമിച്ച് 9 പേരെ കൊലപ്പെടുത്തി രക്ഷപ്പെടുക. ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞത് അങ്ങനെ ഒരു ആക്രമണം, മിന്നലാക്രമണം നടത്തി 10-12 ആളുകളെ കൊല ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ ആവശ്യപ്പെട്ടു. ആ ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസിയാണ് വേണ്ടത്. കാരണം ഇതിന് വിദേശ പണം കിട്ടിയിട്ടുണ്ട്, വിദേശ സാങ്കേതിക സഹായം കിട്ടിയിട്ടുണ്ട്, വിദേശ ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ജോസഫ് കമ്മീഷൻ ശുപാർശ ചെയ്തു. കേരളത്തിലെ LDF-ന്റെ ഗവൺമെന്റ് ഈ ശുപാർശ സ്വീകരിച്ച് കേന്ദ്ര സർക്കാരോട് CBI അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ CBI അന്വേഷണത്തിന് തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ LDF-ന്റെ ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിന്റെ DYSP ആയിട്ടുള്ള പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ആ അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതിന് മാറാട് വർഗീയ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഗീയ പ്രശ്നം മാത്രമല്ല ഉള്ളത്, അതിന് പിന്നിൽ വിപുലമായ സാമ്പത്തിക താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്.
വലിയ പണക്കാരായിട്ടുള്ള വിദേശ മുസ്ലിം വ്യവസായികൾ അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണമിറക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, രണ്ട് വേങ്ങരയിലുള്ള മുസ്ലിം ലീഗ് നേതാവും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരു നേതാവും ബിനാമി പേരുകളിൽ അവിടെ സ്ഥലം വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഒരു സാമ്പത്തിക താല്പര്യമുണ്ട് എന്ന് പ്രദീപ് കുമാർ കണ്ടെത്തി. അത് മാത്രമല്ല, ഇതിന് പിന്നിലെ ഗൂഢാലോചനയിൽ എല്ലാ തെളിവും സഹിതം രണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പ്രദീപ് കുമാർ FIR തയ്യാറാക്കി കോടതിയിൽ കൊടുത്തു. അതിൽ ഒന്നാം പ്രതി മുസ്ലിം ലീഗിന്റെ ബേപ്പൂർ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മൊയ്തീൻ കോയാണ്. രണ്ടാം പ്രതി ലീഗിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള NC മൈനാജിയാണ്. ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ആസ്ഥാനത്തേക്ക് അനുവാദം ചോദിച്ചുകൊണ്ട് പ്രദീപ് കുമാർ കത്ത് കൊടുത്തപ്പോഴാണ് പ്രദീപ് കുമാറിനെ പോലീസിൽ നിന്ന് മാറ്റി മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് കൊണ്ടായത്. കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഭീകര സംഭവത്തിലെ ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രദീപ് കുമാറിനെ സ്ഥലമാറ്റി. രണ്ടാമത്തെ പ്രശ്നം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നെയാണ്. നാദാപുരത്ത് ഒരു ബോംബ് സ്ഫോടനമുണ്ടായി 5 യൂത്ത് ലീഗുകാർ മരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ കേരളത്തിലാകെ വർഗീയ കലാപം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നാദാപുരത്ത് തങ്ങളുടെ കേന്ദ്രത്തിനകത്ത് ബോംബ് ശേഖരിക്കുകയായിരുന്നു. ആ ബോംബ് മറ്റേതോ കേന്ദ്രത്തിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ടിരുന്ന ബോംബ് ഇവിടെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏറ്റിയിടുമ്പോഴാണ് ഇത് 5 ആളുകൾ മരിച്ചു. ഇത് സംബന്ധിച്ച് അന്വേഷിച്ചത് പ്രദീപ് കുമാറായിരുന്നു. പ്രദീപ് കുമാറിന്റെ അന്വേഷണം പോയത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ കേന്ദ്രത്തിൽ നിന്ന് ബോംബുണ്ടാക്കി നാദാപുരത്ത് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതിന് സമയത്ത് ആണ് ഇത് പൊട്ടിയത്. ഈ ബോംബുണ്ടാക്കുന്നതിന് പിന്നിൽ ചില ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് വിദേശമായ സഹായം കിട്ടിയിട്ടുണ്ട്. ഈ കലാപം കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നെല്ലാം പ്രദീപ് കുമാറിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിയാടി മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സൂപ്പി നെടിക്കാട്ടിയുടെ അന്യനെ കേസിൽ പ്രതിയാക്കി. ഇതിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള രണ്ടാം ഘട്ട അന്വേഷണത്തിൽ സൂപ്പി നെടിക്കാട്ടിരി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ പ്രതികളാവുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് പ്രദീപ് കുമാറിനെ ഈ അന്വേഷണത്തിൽ നിന്ന് മാറ്റി മനുഷ്യാവകാശ കമ്മീഷനെ കൊടുത്തു. കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിട്ടു. നിസാർ കമ്മീഷൻ കാസർഗോഡ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള കലാപം അന്വേഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട് നിശ്ചയിച്ച കമ്മീഷനാണ് നിസാർ കമ്മീഷൻ. പണ്ട് ഇപ്പോഴത്തെ തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തിന് കാസർഗോഡ് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടി വെച്ച പരിപാടി, ആ സ്വീകരണ പരിപാടിക്കകത്ത് മുഹമ്മദ് തന്നെ മുസ്ലിം ലീഗിന്റെ വിഭാഗം തീവ്രവാദികൾ അവിടുത്തെ ഒരു പട്ടികജാതി കോളനി ആക്രമിച്ചു, ആക്രമിച്ചു. വലിയ രീതിയിലേക്കുള്ള കലാപാന്തരീക്ഷം പൊട്ടിക്കാത്ത പോലീസ് വെടിവെച്ചു. അങ്ങനെ ഈ പോലീസ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടും കലാപശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ മുസ്ലിം ലീഗാണ് ആവശ്യപ്പെട്ടത്. മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം തുടർന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായി UDFന്റെ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ തലവനായിട്ടുള്ള ജസ്റ്റിസ് നിസാർ ഗവൺമെന്റിന് ഒരു കത്ത് കൊടുത്തു. എന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല, എനിക്ക് അന്വേഷണത്തിന് സമയം നീട്ടിത്തരണമെന്ന്. ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗം ചേർന്ന് നിസാർ കമ്മീഷൻ സമയം നീട്ടിക്കൊടുത്തു. സമയം നീട്ടിക്കൊടുത്ത ആ ഘട്ടത്തിലാണ് 2 പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിസാർ കമ്മീഷൻ വിചാരണ ചെയ്തത്. ആ വിചാരണ ചെയ്ത സമയത്ത് എല്ലാ തെളിവുകളോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുക്കാൻ വേണ്ടി വന്നത്. ഈ കലാപത്തിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തീവ്രവാദികൾക്കുള്ള പങ്ക്, കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗത്തിലെ ആഹ്വാനങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് ഈ കലാപത്തിൽ മുസ്ലിം ലീഗിലുള്ള പങ്ക് സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകളോടുകൂടിയുള്ള മൊഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തപ്പോഴാണ് നിസാർ കമ്മീഷനെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടത് വലിയ വിവാദമായപ്പോൾ പറഞ്ഞ കാര്യം, നിസാർ എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. സ്ഥാനാർത്ഥിയായി നിസാർ മത്സരിച്ചു എന്നുള്ള കാര്യം ഒരു മാസം മുന്നേ നിസാർ കമ്മീഷന്റെ കാലാവധി 6 മാസം നീട്ടിക്കൊടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി ലീഗ് ഓർത്തില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിസാർ കമ്മീഷൻ പിരിച്ചു കൊടുത്തത് നിസാർ ഒരു മാർക്സിസ്റ്റുകാരനോ അല്ലെങ്കിൽ 2 വർഷം സഹായത്തിനായതുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ഈ കലാപത്തിലെ പങ്ക് പുറത്തു വരും എന്ന് വന്നപ്പോഴാണ് നിസാർ കമ്മീഷൻ പിരിച്ചുവിട്ടത്. കുഞ്ഞാലിക്കുട്ടിയെ ഏറെ വിവാദ നായകനാക്കി മാറ്റിയ സംഭവമായിട്ട് കോഴിക്കോട് ഐസ്ക്രീം പാർലർ കേസ്. ഐസ്ക്രീം പാർലർ കേസ് കോടതിയുടെ നിർദ്ദേശാനുസരണം പുനരന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ പോലീസിലെ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലങ്ങും സ്ഥലം മാറ്റി. ഒരാളെ മഞ്ചേശ്വരത്താണെങ്കിൽ മറ്റൊരാളെ പാറശാലയിൽ കൊണ്ടുപോയി മറ്റൊരാളെ ഇടിച്ചിട്ടു.
പത്തനംതിട്ടയിൽ കൊടുത്തു. അങ്ങനെ സ്ഥലമാക്കി ഒരു ഘട്ടത്തിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടിച്ചേരാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് ആ അന്വേഷണത്തെ ചിഹ്നഭിന്നമാക്കി. അങ്ങനെ മുസ്ലിം ലീഗിന്റെ എല്ലാ ധാർഷ്ട്യങ്ങൾക്കും കീഴടങ്ങുന്ന ഒരു നിലപാട് ഉമ്മൻചാണ്ടി എടുത്തു. കേരളത്തിലെ മതനിരപേക്ഷത തകർക്കുന്ന രീതിയിലേക്ക് ഭീകരപ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാരും മുസ്ലിം ലീഗിന്റെ അണികൾ എന്താ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞാൽ അത് കേരളത്തിൽ നടപ്പിലാകും, തങ്ങൾ പറഞ്ഞാൽ അത് കേരളത്തിൽ നടക്കുമെന്നുള്ള ദാഹ്യം കേരളത്തിൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് കേരളത്തിൽ നടക്കും, ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കിയത് ഞങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് ധിക്കാരപരമായ നിലപാടിൽ മുസ്ലിം ലീഗ് കേരളത്തിലെടുക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഈ ദാർഷ്ട്യത്തിന് വഴങ്ങി ഉമ്മൻചാണ്ടി KPCCയുടെ തീരുമാനം പോലും അംഗീകരിക്കാതെ മുസ്ലിം ലീഗിന് 5ാം മന്ത്രിയെ കൊടുക്കുക. 5ാം മന്ത്രിയെ കൊണ്ട് കേരളത്തിലുണ്ടാകുന്നുണ്ടായത് ഒരു ഗുണമില്ല. കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ച് 2-3 വകുപ്പുകൾ കൊടുത്തിട്ടാണ് മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കുന്നത്. മഞ്ഞളാംകുഴി മന്ത്രിയാക്കിയതുകൊണ്ട് കേരളത്തിനുള്ള നഷ്ടം എന്ന് പറയുന്നത് 5-6 കോടി രൂപ ഒരു വർഷം കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ഒരു മന്ത്രിക്ക് വേണ്ടി കൊടുക്കുക. ആ രീതിയിലേക്ക് കേരളത്തിന് ഒരു വേസ്റ്റായ ഒരു മന്ത്രിയെ തങ്ങൾക്ക് കിട്ടിയത് ഒരു അധികാരങ്ങളുടെ കയ്യിലുള്ള വകുപ്പുകൾ സാമ്രാജ്യമായി മുസ്ലിം ലീഗ് കരുതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്ഥലം ഓരോരുത്തരും ആവശ്യപ്പെടുന്നതനുസരിച്ച് എഴുതി കൊടുക്കാം. പാണക്കാട്ടെ തങ്ങൾക്ക് 10 ഏക്കർ, കുഞ്ഞാലിക്കുട്ടിയുടെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ ഡോക്ടർ കുഞ്ഞാലിക്ക് 3.5 ഏക്കർ, മുനീറിന്റെ സഹോദരിയുടെ ഭർത്താവിന് 35 ഏക്കർ. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി എഴുതി കൊടുക്കാം. കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലായാലും വ്യവസായ വകുപ്പിലായാലും മുസ്ലിം ലീഗിന്റെ ആധിപത്യവും മുസ്ലിം ലീഗിന്റെ വൽക്കരണവും വർഗീയവൽക്കരണവും ഈ രംഗത്ത് ശക്തമാണ്. കരിക്കുലം പരിഷ്കരിച്ചത്, അതേപോലെ തന്നെ ITH സ്കൂളിന്റെ ഡയറക്ടർ നിശ്ചയിച്ചത്. കേരളത്തിലെ ലക്ഷക്കണക്കായ കുട്ടികളാണ് ഈ ITH സ്കൂളിന്റെ കീഴിൽ വിദ്യാഭ്യാസം നടത്തുന്നത്. അതിന്റെ ഡയറക്ടറായിട്ട് കേരളത്തെ ഏറ്റവും നല്ല ടെക്നോക്രാറ്റിക് ആയിരുന്നു LDF നിശ്ചയിച്ചത്. എന്നാൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു മുസ്ലിം ലീഗ് ഇതിന്റെ ഡയറക്ടറാക്കി വെച്ചത് നിലമ്പൂരിലെ ഒരു മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി. ഒരു ഇമെയിൽ ID പോലും ഇല്ലാത്ത, സ്വന്തമായ ഒരു ഇമെയിൽ ID പോലും ഇല്ലാത്ത ഒരു മുസ്ലിം ലീഗുകാരനെ ITH സ്കൂളിന്റെ ഡയറക്ടറാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി നേരത്തെ ആലോചിച്ച പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ LP സ്കൂളിലെ ഒരു അറബി അധ്യാപകൻ, അതായിരുന്നു VC ആയിട്ട് ആലോചിച്ചത്. വലിയ പ്രതിഷേധം വന്ന സമയത്ത് അത് മാറ്റേണ്ടി വന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു നോമിനിയെ നേരിട്ട് കൊണ്ടുപോയി വൈസ് ചാൻസലറാക്കി നിർത്തിക്കുകയാണ്. അബ്ദുൾ റബ്ബിനെ സംബന്ധിച്ച് അബ്ദുൾ റബ്ബാനുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അനശ്വരനായ അഴീക്കോടൻ മാഷ് ഒരിക്കൽ പറഞ്ഞു, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് വിദ്യാഭ്യാസവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് മഴ പെയ്യുന്ന സമയത്ത് സ്കൂളിന്റെ വരാന്തയിൽ കയറിയിരുന്ന ബന്ധം മാത്രമാണ്. ഈ വിദ്യാഭ്യാസവുമായിട്ട് വരുന്ന അബ്ദുൾ റബ്ബിനെ സംബന്ധിച്ചാണ് അന്ന് മാറ്റി ചൂണ്ടിക്കാണിച്ചത്. ഒരു മന്ദബുദ്ധി അയാളെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ മന്ദബുദ്ധികളാവണമെന്ന് അയാൾ ആഗ്രഹിക്കുന്ന സ്വാഭാവികമാണ്. ആ രീതിയിലേക്കാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഈ പറയുന്ന രീതിയിലേക്ക് തകർക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു ധാർഷ്ട്യവും ധിക്കാരവും കേരളത്തിന്റെ ഈ മതനിരപേക്ഷ അന്തരീക്ഷത്തെ പിടിച്ചുലക്കിയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു വിഭാഗം തീവ്രവാദികൾ എല്ലാ സംരക്ഷണവും നേടി കഴിയാൻ സത്യേന്ദ്രങ്ങൾ നടത്തിയത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവസാനം വന്ന വാർത്തകൾ. അങ്ങനെ എല്ലാ തലത്തിലും കേരളത്തിൽ പറയുന്ന മുസ്ലിം ലീഗിന്റെ ധിക്കാരത്തിനെതിരായി, അതിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നയത്തിനെതിരായി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആരുടെ മുന്നിലും തങ്ങൾ കീഴടങ്ങുമെന്നുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രഖ്യാപനത്തിലൊക്കെ എതിരായി വലിയ പ്രതിഷേധം കോൺഗ്രസിലും കേരളീയ സമൂഹത്തിൽ ആകെ നേരിടാം. ആര്യ മുഹമ്മദ് കേരളത്തിലെ സമ്മതിതനായ കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹം മുസ്ലിം ലീഗിനെതിരായി ഈ പ്രശ്നത്തിൽ ഒരു പ്രതികരണം നടത്തിയപ്പോൾ മുഴുവൻ ആര്യാറിന്റെ മുഖവും പട്ടിയുടെ ചിത്രവും വെച്ചിട്ട് യൂത്ത് കോൺഗ്രസുകാരൻ പിന്നെ കൊടുവിച്ച് KPCC പ്രസിഡന്റിന് ഒരു ആഹ്വാനം ഉണ്ടാൻ വേണ്ടി കഴിയില്ല. ആലപ്പുറത്ത് കല്യാണപ്പുഴയെ പോയി കുത്തിരുന്ന് എല്ലാം സംസാരിച്ച് തീർത്തു എന്നും പറഞ്ഞ് പിരിഞ്ഞിരിക്കുക ലീഗിന്റെ നേതാക്കന്മാരും അതേപോലെ തന്നെ MPCകളിൽ കോഴിക്കടത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറഞ്ഞു എല്ലാം സഹിച്ച് ഇങ്ങനെ UDF തുടരാൻ വേണ്ടി കഴിയും എന്ന് നിങ്ങൾ കരുതണം. എന്താ കേരളം മുസ്ലിം ലീഗ് ഇവിടെ പോകാൻ? മുസ്ലിം ലീഗ് എങ്ങോട്ടും പോവില്ല. മുസ്ലിം ലീഗിന് 5ാം മന്ത്രി സ്ഥാനം കൊടുത്തില്ലെങ്കിലും 1 മന്ത്രി സ്ഥാനം കൊടുത്തില്ല.
കാരണം അധികാരമില്ലാതെ ലീഗിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല. UDF വിട്ടാൽ ലീഗിനെ ഇടതുപക്ഷത്ത് എടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പ്. അതുകൊണ്ട് ലീഗ് എവിടെയും പോകാൻ വേണ്ടി പോകുന്നില്ല എന്ന് UDFിനെ വിവരമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് മുരളി മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കാൻ വേണ്ടി വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇങ്ങനെ കലുഷിതമാകുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരായി പ്രതികരിക്കാൻ മുരളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറാവുന്നത് അതുകൊണ്ട് കൂടിയാണ്. പക്ഷെ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മുന്നിൽ മുട്ടിലിഴഞ്ഞ് ജീവിക്കുന്ന ഒരവസ്ഥ ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയാക്കണം. അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും അവസാനം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുരളിയെ നെയ്യാറ്റിൻകരയിൽ കാറുപ്പിക്കുകയാണ്. എന്നാൽ അതിനെതിരായി എന്തെങ്കിലും പറയാൻ KPCCയുള്ള നേതാക്കന്മാർ തയ്യാറാവട്ടെ. ഒരാളും ഒരക്ഷരം മുണ്ടുമില്ല. ആ രീതിയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനം തന്നെ പണയം വെക്കപ്പെടുന്ന അവസ്ഥ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും അന്യമായി ഒരു കേരളത്തിൽ ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി വരുന്നു. ആര്യാർ എന്ന് പറയുന്ന പ്രമുഖനായ കോൺഗ്രസിന്റെ നേതാവിന്റെ കൊണ്ടോട്ടിയിലെ ഉദ്യോഗം അടിച്ചു കലക്കി മുസ്ലിം ലീഗുകാരും മൂത്ത ലീഗുകാരും ചേർന്നു. ആ രീതിയിലേക്ക് മുസ്ലിം ലീഗിന്റെ ഒരു വികാരപരമായ നിലപാടിനെതിരായി കേരളത്തിലെ എല്ലാ സംഘടനകളും, മതനിരപേക്ഷ സംഘടനകളും മതേതര സംഘടനകളും ജാതീയ സംഘടനകളും എല്ലാം ഇതിനെതിരായി കേരളീയ സമൂഹത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണുക. ഇതിന്റെ ഒരു പ്രതിഫലനം നെയ്യാറ്റിൻകരയിൽ നടത്താം. നെയ്യാറ്റിൻകരയിൽ പിറവത്ത് UDFിനോടൊപ്പം നിന്ന സംഘടനകൾ അതും നെയ്യാറ്റിൻകരയിൽ എത്തുമ്പോൾ നിലപാട് മാറ്റാം. NSSന്റെ നേതാവ് നാരായണ പണിക്കർ അതിശക്തമായ ഭാഷയിലാണ് പറഞ്ഞത് UDFിനെതിരായ നിലപാട് സ്വീകരിച്ചു. കൊള്ളപ്പള്ളി നയത്തിൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെയും ശ്രീനാരായണ ഗുരുവിന്റെയും നിലപാടുകൾ ആട്ടിപ്പറത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തന്റെ വ്യാവസായികമായ നിലപാടുകൾ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ UDF അനുകൂല നിലപാട് സ്വീകരിക്കില്ല എന്നിപ്പോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ നിലപാടുകളായ വിശദാംശങ്ങളിൽ വന്നാൽ പോകുന്നില്ല. പക്ഷേ പിറവത്ത് UDFിന് പിന്തുണ കൊടുത്ത ജാതി സംഘടനകൾ പോലും നെയ്യാറ്റിൻകരയിലെത്തുമ്പം കോൺഗ്രസിലെ അസംതൃപ്തരായ വിഭാഗം ശക്തമായി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മറികടക്കാൻ പുതിയ ഗൂഢാലോചനയുമായി UDF നേതൃത്വത്തിൽ PC ജോർജ് എന്ന് പറയുന്ന ഈ പറയുന്ന ചീഫ് വിപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായാണ്. എന്താ ഉമ്മൻചാണ്ടി ആദ്യമായി ഈ PC ജോർജിനെ തന്റെ സഹായിയായി ഇറക്കിയത്? പാമോയിൽ കേസിൽ ഉമ്മൻചാണ്ടി പ്രതിയാണെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവ് TH മുസ്തഫയാണ്. അദ്ദേഹം കോൺഗ്രസിലുണ്ട്. TH മുസ്തഫയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ പാമോയിൽ കോടതി ജഡ്ജ് ഇത് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി ആദ്യം ചെയ്തതായി എന്താ? വിജിലൻസ് വകുപ്പ് ജീവൻ നോക്കി രാധാകൃഷ്ണൻ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഈ വകുപ്പ് ഒഴിയാണ്, അന്വേഷണം സ്വതന്ത്രമായി പക്ഷിയാണ്. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നതും നിയമിക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും നയിക്കുന്നതും ഒക്കെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതു ഭരണ വകുപ്പാണ്. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാൻ വിജിലൻസ് ഒഴിയുകയാണ്. എന്തോ മഹാസംഭവം നടന്ന പോലെയാണ് ഇവിടുത്തെ കേരളത്തിന്റെ ഈ പ്രചാരണം ഏറ്റെടുത്തത്. പക്ഷെ യഥാർത്ഥ ഈ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ സംബന്ധിച്ച് പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ജഡ്ജിനെ തെരുവിൽ വെല്ലുവിളിക്കാൻ, അയാളുടെ വാപ്പനെ പറയാൻ, വാപ്പനെ പറയാൻ തെരുവ് ഉന്നയായ PC ജോർജ് നടത്തി. PC ജോർജ് ഈ ജഡ്ജിന്റെ വാപ്പാന്റെ വാപ്പാന്റെ പാകിസ്ഥാൻ ബന്ധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ടു. അല്ലാതെ വിളിച്ചു പറഞ്ഞ് ഈ മനുഷ്യനെ അപമാനിച്ചു. അവസാനമായ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അപമാനം കഴിച്ച് ഈ കേസിന്റെ വിചാരണ നടത്താൻ ഞാൻ തയ്യാറില്ല, ഞാൻ ഒഴിയണമെന്ന് അറിയിപ്പിന് എഴുതി കൊടുത്താൽ മാറി. ഇത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയിട്ടാണ് ഈ തെരുവുണ്ടായ PC ജോർജ് ചേർക്കുന്നത്. കേരളത്തിൽ PC ജോർജ് ധർമ്മമെന്ന് പറയുന്നത് ഇപ്പറയുന്ന മാന്യന്മാരായ ആളുകളെ തെറി വിളിക്കാൻ വേണ്ടി നാട്ടും പ്രദേശത്ത് ഏതെങ്കിലും ആളുകൾ ഉപയോഗപ്പെടുന്ന ഏറ്റവും തല്ലിപ്പൊളിയുടെ ദൗത്യമാണ് PC ജോർജ് ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്നത്. ഒരു മാന്യനായ മനുഷ്യനെ തെറിയായാൽ ഈ നാട്ടും പുറത്ത് ഈ
ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഏറ്റവും നല്ല മാർഗം അവരുടെ ഏറ്റവും നല്ല തല്ലി കുടിക്കും. ഒന്നുകൂടെ 250 രൂപ കോട്ടറിനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടർ വാങ്ങി കൊടുക്കുക. ഈ കള്ളും കുടിച്ചിങ്ങായിട്ട് ഇയാൾ ബുദ്ധി പറഞ്ഞു. ആ ധർമ്മമാണ് കേരള രാഷ്ട്രീയത്തിൽ PC ജോർജിന്റെ ഈ തെരുവ് ഗുണ്ടായിസം സഹിക്കാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവ് ജോസഫ് വാഴക്കൽ KC ജോസഫ് ഉൾപ്പെടെയുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറയേണ്ടി വന്നു. കേരള കോൺഗ്രസ് നേതാക്കന്മാർ PC ജോർജിന്റെ വായ അടക്കണമെന്ന് പരസ്യമായി പറയേണ്ടി വന്നിരിക്കുക. പക്ഷെ ഉമ്മൻചാണ്ടി PC ജോർജിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കേരള രാഷ്ട്രീയത്തിനകത്ത് UDF-നെതിരായിട്ടുള്ള പ്രത്യക്ഷമായ വികാരം നിലനിർത്തുക. അതിന് പുറമെയാണ് ഈ ഒരു കൊല്ലത്തിനിടയിൽ കിട്ടാവുന്നിടത്തോളം വീഡിയോ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. സർച്ചാർജ് വർധനവ്, ഇലക്ട്രിസിറ്റി സർച്ചാർജ് വർധനവ്, കർഷക ആത്മഹത്യകൾ തിരിച്ചു വന്നത്, കേരളത്തിൽ ഇപ്പോൾ 1 മണിക്കൂറും 1.5 മണിക്കൂറാണ് ലോഡ് ഷെഡിങ്. സഹോദരത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിരുന്ന സമയത്തിൽ 1 മണിക്കൂർ വൈകിട്ടാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം ഇവിടെ പവർ കട്ടായതുകൊണ്ട് തന്നെ BSNL കവർ പറയുന്നില്ല. ഇപ്പോ പവർ വന്ന ശേഷമാണ് സംസാരിക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിൽ 5 വർഷക്കാലം ഇല്ലാതിരുന്ന പത്രത്തിനും ദാക്ഷണ്യവും കേരളത്തിൽ തിരിച്ചു വരിക. അങ്ങനെ എല്ലാവർക്കും ജനങ്ങളെ മുട്ടിക്കുന്നു. ഇലക്ട്രേറ്റ് റേഷൻ ഷാപ്പിൽ അമ്മയില്ല, അരിയില്ല, ഗോതമ്പില്ല, ഒന്നുമില്ല. റേഷൻ ഷാപ്പ് കുട്ടില്ല. നെയ്യാറ്റിൻകരയിലെ റേഷൻ ഷാപ്പ് ഉടമകൾ ഇന്നലെ ഒരു സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് നെയ്യാറ്റിൻകരയിലെ 500ഓളം വരുന്ന റേഷൻ ഷാപ്പുകൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റുന്ന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസാക്കി മാറ്റും. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ റേഷൻ ഷാപ്പുകൾ പ്രചരണം നടത്തുമെന്ന്. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ ഗവൺമെന്റിനെതിരായി, ഈ ഉമ്മൻചാണ്ടിക്ക് UDF-നെതിരായി നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തെ മാറ്റി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ UDF കുറിച്ചുകൊടുക്കുന്നത്. പുറവൻ തെരഞ്ഞെടുപ്പിൽ സെൽവരാജിനെ മാറ്റിയപ്പോൾ PC ജോർജ് പറഞ്ഞു, ഒരു ബോംബ് കൂടി പൊട്ടിച്ചു. നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ PC ജോർജ് പൊട്ടിക്കാൻ വേണ്ടി നിശ്ചയിച്ച ബോംബ് ഇത്ര വലുതാണെന്ന് കേരളം കരുതിയിരുന്നില്ല. ചന്ദ്രശേഖരൻ കോഴിക്കോട് ജില്ലയിലെ DYFIയുടെയും SFIയുടെയും സമുന്നതനായ നേതാവായിരുന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറിയായി, പ്രസിഡന്റായി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ഒക്കെ പ്രവർത്തിച്ച സഖാവാണ് CP ചന്ദ്രശേഖരൻ. DYFIയുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു, ജില്ലാ പ്രസിഡന്റായിരുന്നു. സഖാക്കളുമായി നല്ല ആത്മബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു CP ചന്ദ്രശേഖരൻ. ദീർഘകാലം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ സഖാവ് CP ചന്ദ്രശേഖരന് വിപുലമായ സൗഹൃദ ബന്ധമാണ് സഖാക്കൾ ഉണ്ടായിരുന്നത്. 2007 ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചന്ദ്രശേഖരൻ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. കേറാമല പഞ്ചായത്ത്, അതേപോലെ തന്നെ അയ്യൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധാരണപ്രകാരം ജനതാദൾ പകുതി വർഷവും CPIM പകുതി വർഷവും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു LDFിലെ ഘടകകക്ഷികൾ തമ്മിലുണ്ടാക്കിയ ധാരണ. അതിന്റെ ഭാഗമായി 2.5 വർഷത്തെ പഞ്ചായത്ത് നിർവഹണത്തിൽ ആദ്യത്തെ 2.5 വർഷം അയ്യൂർ പഞ്ചായത്തിൽ ജനതാദളും ഏറാമല പഞ്ചായത്തിൽ CPIയുമായിരുന്നു ആദ്യത്തെ 2.5 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യൂർ പഞ്ചായത്തിൽ CPIയും ഏറാമല പഞ്ചായത്തിൽ ജനതാദളും കൊടുക്കണമെന്നായിരുന്നു മുന്നണിയിലെ ധാരണ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2.5 വർഷം കഴിഞ്ഞപ്പം ഈ 2 സ്ഥാനങ്ങളും വെച്ചുമാറാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. എന്നാൽ ഏറാമല പഞ്ചായത്തിൽ ജനതാദളിന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള നിലപാടായിരുന്നു ചന്ദ്രശേഖരൻ നേതൃത്വത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ജനങ്ങൾക്ക് മുൻനിർത്തി നൽകിയിട്ടുള്ള ഒരു ധാരണ എന്നുള്ള നിലയിൽ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് കൊടുക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചു. അത്തരം ഒരു ഘട്ടത്തിലാണ് ഏറാമലയിലെയും ഒഞ്ചിയത്തെയും എഴിയൂരിലെയും അതുപോലെ തന്നെ ചോറോടും ഉൾപ്പെടുന്ന ഒഞ്ചിയം ഏരിയയിലെ പാർട്ടിയെ പുലർത്താൻ വെച്ചു സഖാവ് ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്തത്. പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം സഖാക്കളെ സഖാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ചന്ദ്രശേഖരൻ തന്റെ കൂടെ നിർത്തി. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് ചന്ദ്രശേഖരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചു. ഇടതുപക്ഷത്തിൽ കിട്ടേണ്ടിയിരുന്ന വലിയ വോട്ട് ചന്ദ്രശേഖരൻ നേടി. അതിന്റെ ഭാഗമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായിട്ടുള്ള ബന്ധവും സൗഹൃദവും ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലേക്കുള്ള വോട്ട് ചന്ദ്രശേഖരൻ നേടി. നമ്മൾ തോറ്റു. വലിയ വ്യത്യാസത്തിനാണ് സതീഷ് ദേവി ഒഞ്ചിയം ഉൾപ്പെടുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. തുടർന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്തിൽ ഈ പറയുന്ന ചന്ദ്രശേഖരന്റെ പാർട്ടി ഒറ്റക്ക് ജയിച്ചു വെച്ചതായി. ഏറാമല പഞ്ചായത്തും അഴിയൂർ പഞ്ചായത്തും CPIM നഷ്ടപ്പെട്ടു. ചോറോട് പഞ്ചായത്തിൽ CPIM നിലനിർത്തി. അത്തരമൊരു സ്ഥിതി അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം ഈ പറയുന്ന 4 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വടകര നിയമസഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷം സുരക്ഷിതമാണ് വിജയം നേടി. ഇപ്പറയുന്ന ഈ RLPയുടെ ഭീഷണി ഉണ്ടായിട്ടു. ജനതാദളിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലോ ആ വടകരയിൽ. ജനതാദളിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള വടകരക്കകത്ത് ജനതാദൾ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഇടതുപക്ഷം വിജയത്തോട് നേടി. ഇത് വടകരയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായി. ഈ അടുത്ത കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തുണ്ടായിരുന്ന ജനതാദളിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളായിരുന്ന വടകര മുനിസിപ്പാലിറ്റി, അതേപോലെ തന്നെ അഴിയൂര്, അതേപോലെ തന്നെ ഏറാമല തുടങ്ങിയ പഞ്ചായത്തുകളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഇടതുപക്ഷം ജയിക്കാം എന്താണ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചു. അന്ന് സ്ഥാനാർത്ഥിയെ നിർത്തി. ഉള്ളുവായിരുന്നു സ്ഥാനാർത്ഥി എന്നാണ് എന്റെ ഓർമ്മ. അത് സ്ഥാനാർത്ഥി നിർത്തി. പക്ഷെ ഇടതുപക്ഷം ജയിച്ചു. ഇതെല്ലാം കാണിക്കുന്നുണ്ടാ. ഇത് കാണിക്കുന്നത് ഒരു വിഭാഗം സഖാക്കളെ തെറ്റിദ്ധരിച്ച് ഒരു ഘട്ടത്തിൽ 2007 ഈ പറയുന്ന ഏറാമലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ ഘട്ടത്തിൽ ചന്ദ്രശേഖരനോടൊപ്പം പോയി. എന്താ ഒഞ്ചിയത്തെ പാർട്ടി കോഴിക്കോട്ടെ പാർട്ടി എടുക്കുന്ന നിലപാട്? ചന്ദ്രശേഖരനൊപ്പം പോയ സഖാക്കളെയോ ചന്ദ്രശേഖരനെയോ കായികമായി ആക്രമിച്ച് പോലെ ഇല്ലാതാക്കാം എന്നുള്ള നിലപാടല്ല CPIM എടുത്തത്. CPIMന്റെ ശരിയായ നിലപാട് ഒരു മുന്നണിയിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, ആ പാർട്ടിയിൽ മുന്നണി തമ്മിലുണ്ടാക്കിയ ധാരണ ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് CPIMനുണ്ടായ ബാധ്യത. അത് ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ച് പാർട്ടിയുടെ ശരിയായ നിലപാടിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള സമീപനമാണ് CPIM ഒഞ്ചിയത്തെടുത്തതും കോഴിക്കോട് ജില്ലയെടുത്തത്. അതിന്റെ ഭാഗമായി ആ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കുറച്ച് സമയം പാർട്ടിക്ക് എടുക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുറെ സഖാക്കൾ തെറ്റിദ്ധരിച്ച് അപ്പുറത്തേക്ക് പോകുന്ന സ്ഥിതിയിലായത്. പത്രങ്ങളിലൊക്കെ വന്നതുപോലെ ഒഞ്ചിയം രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ അപ്പുറത്ത് പോയി എന്നൊക്കെയുള്ള വലിയ വാർത്തയും ഒക്കെ ആ സ്ഥലത്ത് പ്രചരിച്ചു. അതൊക്കെ പ്രചരിക്കുമ്പോഴും പാർട്ടി സഖാക്കൾക്ക് നേരെ അപ്പുറത്ത് പോയവരുൾപ്പെടെയുള്ളവർ പാർട്ടിയുടെ ബോർഡ് നശിപ്പിക്കുക, പാർട്ടിയുടെ കൊടി നശിപ്പിക്കുക, പാർട്ടിയോടൊപ്പവും DYFIയോടൊപ്പം നിന്ന പല സഖാക്കൾക്കുമേയും കായികമായ ആക്രമണങ്ങൾ ഇതെല്ലാം നടത്തിയിട്ടും ഏതെങ്കിലും ഒരു RLP പ്രവർത്തകന്റെയോ ചന്ദ്രശേഖരന്റെയോ ഒരു രോമത്തിന് കേട് ഈ ഒഞ്ചിയം മേഖലക്കകത്ത് സംഭവിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPIMന്റെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് മോഹൻ മാർക്സിനെ ഇപ്പൊ മാർക്സിസ്റ്റുകൾ ആക്രമണം നടത്തി. ഒരു തിരിച്ചടിയോ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു തിരിച്ച് ആക്രമണമോ CPIMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പേ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പിണറായി വിജയൻ പങ്കെടുത്തൊരു സെമിനാർ അലങ്കൂലപ്പെടുത്താനുള്ള ശ്രമം ഈ പറയുന്ന ഒഞ്ചിയത്ത് നടന്നു. ഒഞ്ചിയത്തെ RLPയുടെ ഏറിയ സമ്മേളനത്തിന്റെ പതാക ജാഥ എന്ന പേരിൽ കുറെ ആളുകൾ ബൈക്കുമായി വന്ന് ബൈക്ക് ഓണടിച്ച് ആ റാലി കലക്കാൻ വേണ്ടിയിട്ട് സെമിനാർ കലക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ആ വന്നിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് അവരുടെ ബൈക്കും കാര്യങ്ങളും ഒക്കെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ചന്ദ്രശേഖരനെയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത RLPയുടെ നേതാക്കന്മാരെയോ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഈ ആളുകളെ ആക്രമിക്കാനോ ഒന്നും CPIM പ്രവർത്തകർ പോയില്ലല്ലോ. ഒരു ഘട്ടത്തിലും ചന്ദ്രശേഖരനെതിരായി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ CPIMന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു കടന്നാക്രമണത്തിനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോ ചന്ദ്രശേഖരനെ കൊല്ലേണ്ട ഒരു സാഹചര്യം CPIMനെ സംബന്ധിച്ച് ഉണ്ടോ? ചന്ദ്രശേഖരനും കൂട്ടരും എടുത്ത നിലപാടുകൾ തെറ്റായിരുന്നു തിരിച്ചറിഞ്ഞ് ഒഞ്ചിയത്ത് ചന്ദ്രശേഖരനോടൊപ്പം RLPയിലേക്ക് പോയ വലിയ വിഭാഗം ആളുകൾ തിരിച്ചുവരിക. കഴിഞ്ഞ 4 വർഷം മുന്നേ നടന്ന RLPയുടെ ഏറിയ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പകുതി ആളുകൾ പോലും ഇത്തവണത്തെ
അവരുടെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. 4 വർഷം മുമ്പ് നടന്ന ഏരിയ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആയിരക്കണക്കിന് വോളണ്ടിയർമാർ പങ്കെടുത്ത റാലി നടത്തി, സ്വന്തമായി ബാങ്ക് സെറ്റ് സംഘടിപ്പിച്ചു. വലിയ രീതിയിലേക്കുള്ള ആഘോഷമായി CPIM-ന്റെ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള സമ്മേളനത്തിന് ആളുകൾ നടത്തിയത്. എന്നാൽ അത് കഴിഞ്ഞ് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ നിലപാടുകൾ അല്ല ശരി, പാർട്ടിയുടെ നിലപാടാണ് ശരി എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞ് പാർട്ടിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലേക്ക് തിരിച്ചു വരിക. ഇവരുടെ മെമ്പർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഉയരങ്ങളിലേക്ക് പോയി. നേരത്തെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികമാവുന്ന സ്ത്രീകൾ പോയി. എല്ലാ യൂണിറ്റുകളും DYFI സജീവമായി. നേരത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയോട് അടുത്തു വരുന്ന ഒരു ഘട്ടം സജീവമാവാണ് ഇവിടെ ഒഞ്ചിയത്തിനകത്ത്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷക്കാലത്തെ ഈ ഒഞ്ചിയം മേഖലയിലെ CPIM-ന്റെ പ്രവർത്തനം സമൂഹത്തെ തിരിച്ചുകൊണ്ടുവരുന്ന ഒരു ഉള്ള ശ്രമം ഒരമ്മയുടെ സ്നേഹത്തെ പോലെ സ്നേഹം പോലെയാണ് പാർട്ടിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ പാർട്ടി നേതൃത്വം, കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നേതൃത്വം ആകെ ഒറ്റക്കെട്ടായി എടുക്കുന്നുണ്ടോ. ഒരു വ്യത്യസ്തതയും ഒരഭിപ്രായ വ്യത്യാസവുമില്ലാതെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ നേതാക്കളെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചു വന്നാൽ സ്വീകരിക്കാൻ ഈ പൊത്താൻ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ പാർട്ടി, ഇന്ത്യത്തെ പാർട്ടി എത്തുകയാണ്. ഇവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി, നല്ല സഖാക്കളായി, നല്ല കേരളമാരായി ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റാവുന്ന സഖാക്കളാണ്. ആ സഖാക്കൾ തങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റെല്ലാം തിരുത്തി ഈ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായാൽ, സ്വീകരിക്കാൻ ഒരമ്മയെ പോലെ തയ്യാറായി നിന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം. ആ തിരിച്ചറിഞ്ഞ നൂറുകണക്കായ സാധാരണ പ്രവർത്തകർ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഇത്തവണത്തെ RLP-യുടെ സമ്മേളനം ഏറ്റവും മോശമാവുന്ന സ്ഥിതിയിലേക്ക് അവർക്ക് പോയി ഈ ഒഞ്ചിയം മേഖല കത്തുപോയത്. അപ്പോ CPIM-നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ, അല്ലെങ്കിൽ ഒഞ്ചിയത്തെ ഈ ചന്ദ്രശേഖരന്റെ പാർട്ടിയുടെ അവസ്ഥയൊക്കെ വെച്ച് ചന്ദ്രശേഖരനെ അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ കൊല ചെയ്യേണ്ട ഒരു സാഹചര്യവും CPIM-നെ സംബന്ധിച്ചില്ല. രണ്ടാമതായി, നെയ്യാറ്റിൻകര ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ CPIM-ന്റെ ഏതെങ്കിലും ആളുകൾ ഇത്തരം ഒരു പ്രക്രിയക്ക് തയ്യാറാവും? കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്തെങ്കിലും ബോധ്യമുള്ള ആരെങ്കിലും ഇതിന് തയ്യാറാവില്ല. മൂന്നാമത്തെ പ്രശ്നം, കേരളത്തിൽ CPIM-നെ വഞ്ചിച്ച് പുറത്തുപോയ എത്ര നേതാക്കന്മാരുണ്ടായിരുന്നു? CPIM-നോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പാർട്ടി കൂടി പുതിയ പാർട്ടി ഉണ്ടാക്കി എത്ര നേതാക്കന്മാരുണ്ട്? ഓരോ എല്ലാവരെയും CPM നേതാക്കന്മാർ കൊലയ്യത് MB രാഘവൻ, ഗൗരിയമ്മ, ഈ പറയുന്ന നമ്മുടെ സെൽവരാജൻ, കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടി, സിന്ധു ജോയ്, അങ്ങനെ എത്ര ആളുകൾ ഈ പാർട്ടിയുടെ ഒരു കാലത്ത് ഈ പാർട്ടിയുടെ നേതാക്കന്മാരായി നിന്ന് പാർട്ടിയുടെ സൗജന്യങ്ങൾ പറ്റി അപ്പുറത്തേക്ക് കളങ്കാരി അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ള എത്ര ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എത്ര സുന്ദരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, ഇപ്പോഴും CPIM-നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരാളുടെ CPIM-നെ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ CPIM-നെ ഒറ്റുകൊടുത്തു, CPIM-നോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം മുന്നിൽ പുതിയ പാർട്ടി ഉണ്ടാക്കി പോയ ആളുകൾ ഏതെങ്കിലും ഒരാളുടെ രോമത്തിന് പരിക്കൊറ്റിയോ CPIM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് CPIM എന്ന് പറയുന്ന എന്റെ പാർട്ടിയുടെ നേതാവ് ഇവർ കോഴിക്കോട് ടൗൺ ഹാളിൽ വന്ന് വലിയ അഭിമുഖം കൊടുത്തു. CPIM എത്ര കാലമായി CFD-ആയിട്ട് CPM വിരുദ്ധ പ്രഭാഷണം നടത്തിയിടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എത്ര വെച്ചെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഒരു ചെറുകിയ അടക്കം CPIM പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഈ ചന്ദ്രശേഖരനെ മാത്രം കൊല ചെയ്യുന്ന കാര്യമെന്താ CPIM-ഉള്ളത്? പ്രത്യേകിച്ച് ചന്ദ്രശേഖരന്റെ പാർട്ടി, ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയം, ഇതെല്ലാം കേരളത്തിൽ ഈ പറയുന്ന ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചന്ദ്രശേഖരനെ കൊലയിക്കേണ്ടതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരു സാഹചര്യവും CPIM-നെ സംബന്ധിച്ചില്ല. അപ്പൊ ഇത് ഗൗരവമായി കൂടാനായിട്ട് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അസംഘടിതമായി പറഞ്ഞു,
ഈ കൊലപാതകത്തിന് പിന്നിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. CPIന്റെ ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ആശകൾക്കിടയില്ലാത്ത വിധം, അവ്യക്തതയില്ലാത്ത വിധം ഈ കേരളത്തോടും ഈ കേരളത്തിലെ പൊതുസമൂഹവും പറയുന്നത് ഇതിൽ CPIഎമ്മിന് ഒരു പങ്കുമില്ല. ഇതിന്റെ പിന്നിലുള്ള കൊണ്ടുവരാമെന്ന് പാർട്ടിയുടെ നേതാക്കളൊക്കെ പറയാം. ഈ കൊലപാതകം നടന്നതിന് ശേഷം ചന്ദ്രശേഖരന്റെ മൃതദേഹം വടകരയിൽ കൊണ്ടുവന്ന സമയത്ത് നൂറുകണക്കായ CPI ആശാരികൾ അർപ്പിക്കാൻ വേണ്ടി പോയി. കോഴിക്കോട് മോർച്ചറിയിൽ കൊണ്ടുവന്ന് ശവം കൊണ്ടുവന്ന സമയത്ത് കോഴിക്കോടെയും ചന്ദ്രശേഖരനുമായി അടുത്ത ബന്ധമുള്ള സൗഹൃദമുള്ള നേതാക്കൾ ഒക്കെ പോയി. പിറ്റേ ദിവസം ഒരാൾ VS സന്ദർശിച്ചു, അദ്ദേഹം കാണാൻ വേണ്ടി പോയി. സഖാവ് A പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ സഖാവ് ചന്ദ്രശേഖരന് അന്ത്യസംസ്കാരം അർപ്പിക്കാൻ വേണ്ടി പോയി. CPIഎമ്മിൽ ഈ കൊലപാതകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ പാർട്ടി നേതാക്കന്മാർ, പാർട്ടി മെമ്പർമാർ ഇതിന് പോകുന്നതിനെ വിലക്കില്ലായിരുന്നു. പാർട്ടി വിലക്കിയില്ല. പാർട്ടി ഈ കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി. രാവിലെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യം ഈ കൊലത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുന്ന കൊല നടന്ന് ഈ വിവിധ രീതിയിലേക്കുള്ള പ്രതികരണങ്ങൾ മണിക്കൂറുകൾക്കകം വന്നല്ലോ. 10:30 മണിക്ക് കൊലപാതകം നടന്നു. 11 മണിയോടുകൂടി മൃതദേഹം വടകരയിലേക്ക് കൊണ്ടുവരുന്നു. ആരാണ് കൊന്നത്, എന്താണ് സംഭവിച്ചത് എന്നുപോലും മനസ്സിലാക്കുന്നതിന് മുമ്പേ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രഖ്യാപിക്കുന്നു CPIഎം നടത്തുന്നതിന്. ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുന്നു, ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിക്കുന്നു, UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കാം CPIഎം പറയുന്നതും. കേരളത്തിലെ ഹർത്താലിനെതിരായി പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന UDF ജനങ്ങളെ ഉയർത്തിപ്പൊടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഹർത്താൽ നടത്തിയാൽ പ്രചരണം നടത്തുകയും നടത്തുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്ത UDFിന്റെ നേതാക്കന്മാർ ചന്ദ്രശേഖരൻ ഒഞ്ചിയത്ത് മരിച്ചപ്പോൾ ഒരു 2 പഞ്ചായത്തിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് ചന്ദ്രശേഖർ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ ഒരു കാലത്ത് ആത്മപുത്രമായിരുന്നു. ആ ചന്ദ്രശേഖരൻ, ഞാൻ പറഞ്ഞു വന്നത് ചന്ദ്രശേഖരൻ UDFിനെതിരായിട്ടുള്ള നിലപാടും കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പം എന്തോ ഒരു നിധി കിട്ടിയ രീതിയിലൊക്കെ അല്ലേ UDF നേതാക്കന്മാർ ഈ പറയുന്ന രീതിയിലേക്ക് പ്രതികരിച്ചത് കിട്ടിയെന്ന ഹർത്താൽ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ ചന്ദ്രശേഖരന്റെ കൊല ഏറ്റവും വേദനാജനകമായ ഭാവമാണ്. ഏറ്റവും വേദന ജനിപ്പിക്കുന്നവരാണ്. മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാരുടെ മുഴുവൻ മനസ്സിന് വേദനിപ്പിച്ച സംഭവമാണ് ഇത്. എന്നാൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ചന്ദ്രശേഖരന്റെ ചേതനയേറ്റ ശരീരത്തെ നടുവിൽ നിർത്തി UDF നേതാക്കന്മാർ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ഒരു ഭാഗത്തും ഇപ്പുറത്ത് കരളിൽ കുഞ്ഞനന്ദനുമായി നിന്നിട്ട് ഷൈക്കേട് പോകുമ്പോൾ ആവർത്തിച്ചിരിക്കുന്ന ഒരു ചിത്രം എന്റെ എന്തോ ഒരു മഹാനിധി കിട്ടിയ രീതിയിലേക്കുള്ള ആഹ്ലാദപ്രകടനമായിരുന്നു UDF നേതാക്കന്മാർ കോഴിക്കോട് ടൗൺ ഹാളിനകത്ത് ചന്ദ്രശേഖരന്റെ ചെന്നൈക്ക ശരീരം കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് ആഹ്ലാദം നടത്തിയത്. TV ചാനലുകളുടെ തത്സമയ സംപ്രേഷണങ്ങളുടെ ക്യാമറയുടെ പിന്നിൽ നിന്നും കോഴിക്കോട് മോർച്ചറിയുടെ സമീപത്തായാലും കോഴിക്കോട് ടൗൺ ഹാളിന് സമീപത്തായാലും കൊയിലാണ്ടിയിലായാലും പിന്നിൽ നിൽക്കുന്ന UDFിന്റെ പ്രവർത്തകരുടെ മുഖത്ത് ദുഃഖമാണ് ഉണ്ടായിരുന്നത്. രോഗം കണ്ടതാണ്. പലരും ആർപ്പിച്ചിരിക്കുക, സൗഹൃദം പങ്കുവെക്കുക, പത്രത്തിൽ പൊട്ടിച്ചിരിക്കുക. ആ രീതിയിലേക്ക് തങ്ങൾക്കെന്തോ ഒരു വല്ലാത്ത ഒരു നിധി കിട്ടിയ രീതിയിലേക്കാണ് UDF നേതാക്കന്മാർ ഈ സംഭവത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. 4ാമത്തെ കാര്യം, ഈ സംഭവം നടന്ന ഉടനെ സംഭവത്തിന് വിധാനമായ രീതിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നിശ്ചയിച്ചു. ഈ കൊലപാതകത്തിനു അക്രമികൾ ഉപയോഗിച്ച വാഹനം ചൊക്ലിയെ CPIഎമ്മിന് സ്വാധീനമുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടുപോയിട്ടത്. ഏഷ്യാനെറ്റിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലേക്ക് പ്രചരണം CPIഎമ്മിനെതിരായി ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തി. അത് പറഞ്ഞു ചൊക്ലിയിൽ CPIഎമ്മിന്റെ ശക്തികളിൽ ഈ വണ്ടി കൊണ്ടുപോയിട്ടത് സുരക്ഷിതമായി രക്ഷപ്പെടാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവത്തെ CPIഎമ്മിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി UDF നേതാക്കന്മാർ തന്നെ നടത്തിയ പ്രചരണങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടുള്ള വാർത്താ സംരക്ഷണം നടത്തിയത്. പോലീസിന്റെ അന്വേഷണം ഏത് വഴിക്ക് പോകണമെന്ന് നിശ്ചയിച്ചു കൊടുത്തത് UDF നേതാക്കന്മാരായിരുന്നു. അവിടെ ആഭ്യന്തരമന്ത്രി പങ്കെടുത്ത
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുത്ത പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിനകത്ത് KPCC പ്രസിഡന്റ് പങ്കെടുത്തു. KPCC പ്രസിഡന്റ് എന്താർത്ഥത്തിലാണ് അതിനകത്ത് പങ്കെടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഇതുവരെ തയ്യാറായില്ല. UDFന്റെ രാഷ്ട്രീയം ലക്ഷ്യം ഇതിനകത്ത് പ്രയോഗിക്കുക എന്നുള്ളതായിരുന്നു അതിനു മുകളിൽ ഈ നേതാക്കന്മാർ മുഴുവൻ നടത്തിയത്. ഈ വണ്ടി പിടിച്ചെടുത്തു. വണ്ടി ചൊക്ലിയിലെ ഈ ഗ്രാമത്തിനകത്ത് ഉണ്ട് എന്ന് പോലീസിനെ ഇൻഫോം ചെയ്തത് CPIM പ്രവർത്തകരാണ്. CPIMന്റെ പ്രാദേശിക പ്രവർത്തകരാണ് ഈ വണ്ടി അവ ഉണ്ട് എന്ന് പോലീസിന് വിവരം കൊടുത്തതെന്നാണ് പോലീസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ആ വിവരം കിട്ടി വണ്ടി കണ്ടെത്തി എല്ലാ പരിശോധനയും നടത്തിയപ്പം തലശ്ശേരിയിലെ ഒരു നവീൻ ദാസ് എന്ന് പറയുന്ന ആളുടേതാണ് വണ്ടി. അയാൾ വണ്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഈ പറയുന്ന ഒരു റഫീഖ് എന്ന് പറഞ്ഞ ആക്കാണ് എന്നെല്ലാം തെളിവ് വരുത്തി. ഉടനെ വാർത്ത പ്രചരിച്ചു. റഫീഖ് കസ്റ്റഡി. റഫീഖിന്റെ കൂടെയുള്ള 2 പ്രതികളും കസ്റ്റഡിയിലായി കഴിഞ്ഞു. പ്രതികളായി എന്നാണ് ഈ പറയുന്ന ചാനലുകളും പത്രങ്ങളും എല്ലാം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത റഫീഖ് കേരളം വിട്ടുന്ന. കേരളം വിട്ട റഫീഖ് ഇന്ന് കേരളത്തിൽ എവിടെയോ ഉണ്ട്. ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തില്ല. കേരളം വിടാൻ ഇയാളെ സഹായിച്ചു എന്ന് പറഞ്ഞ് 2 സഹായി അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനോരമയും മാതൃഭൂമിയും ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റും എല്ലാം CPM-മായി ബന്ധമുള്ള കൊലയാളികളെ, CPM നേരത്തെ നടത്തിയ ഏതൊക്കെയോ കൊലകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെ ആണ് കസ്റ്റഡി എടുത്തുള്ളത്. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ, കണ്ണൂരിലെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നത് എന്നുള്ള വലിയ സുഗമത കേരളത്തിൽ 2-3 ദിവസങ്ങളായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. CPM ചില നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള രീതിയിലേക്ക് സുഗമത ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ വാഹനം കിട്ടിയതിനു ശേഷം ആ വാഹനം അതുമായി പ്രതിയെ പിടിക്കാനുള്ള രീതിയിലേക്ക് പോലീസിന് പോകാൻ വേണ്ടി കഴിയില്ല. പിടിക്കപ്പെട്ടു. ഈ സംശയിക്കപ്പെടുന്ന റഫീഖ്, വണ്ടി വാടകെടുത്ത റഫീഖ് CPM-കാരനാണുള്ള UDF നേതാക്കന്മാരും അതേപോലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പ്രഖ്യാപിക്കുന്നു. റഫീഖ് CPM-വുമായിട്ട് ഒന്നും ബന്ധമില്ല. റഫീഖ് കോട്ടയത്ത് അതൊരു പ്രധാനപ്പെട്ട കേസിൽ പ്രതിയായതിനു ശേഷം അയാൾ കണ്ണൂരിലേക്ക് വരിക. കണ്ണൂരിൽ വന്ന് കാർ ഡ്രൈവറായ ഇയാൾ മാഹിയിലെ പ്രധാനപ്പെട്ട സ്പിരിറ്റ് മാഫിയ തലവന്മാരുടെ ഗുണയായിട്ടാണ് അവരുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അയാളുടെ കീഴിലുള്ള ഈ ക്രിമിനൽ സംഘം, കൊട്ടേഷൻ സംഘത്തിലുള്ള ഗുണ്ടകൾ മുഴുവൻ അയാളുടെ ആളുകളാണ്. CPIM-ന് ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായി ഒരു ഈ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിലും ഒരു സംഭവം സൃഷ്ടിക്കുന്നതിന് ഈ ഒരു സംഘർഷം ഉണ്ടായാൽ അതിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാൻ ഇത്തരം കൊട്ടേഷൻ സംഘങ്ങളുടെ ആവശ്യമൊന്നും CPIM-നെ സംബന്ധിച്ചില്ല. കേരളത്തിൽ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോലെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേൾക്കുന്നവൻ അതെല്ലാം രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടന്നത്. അല്ല കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചുകൊണ്ടല്ല. കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച് മാഹിയിലെ സ്പിരിറ്റ് മാഫിയ തലവന്മാരുടെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന റഫീഖ്. ആ റഫീഖ് വണ്ടി എടുത്തുള്ളത് നവീൻ ദാസിന്റെ കയ്യിൽ. നവീൻ ദാസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യയുടെ അച്ഛൻ പ്രകാശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആലപ്പുഴക്കാരാണ്. ആലപ്പുഴയിൽ വയലാരവി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ. കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള നേതാക്കന്മാരാണ് ഈ പറഞ്ഞ നവീൻ ദാസും പ്രകാശനും എന്നിരിക്കെ LDF-മായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് റഫീഖും അയാളുടെ സഹോദരനും എന്നിരിക്കെ ഇവരെല്ലാം CPM-കാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങളും UDF നേതാക്കന്മാരും പെടാപ്പാട് ബുദ്ധിമുട്ടിയിരിക്കുന്നു. എന്തിനാണ് യഥാർത്ഥത്തിലുള്ള പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിന് പകരം ഇത് CPM തന്നെയാണ് എന്ന് നിരന്തരമായി കേരളത്തിലെ മാധ്യമങ്ങളും UDF നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഈ സൂചനകൾ ലഭിച്ചിട്ടും കേരളത്തിലെ പോലീസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താത്തത് പോലീസിന്റെ കുഴപ്പമുണ്ടല്ല. കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഏറ്റവും സുസ്ഥിരമായ പോലീസ് സംവിധാനമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം. കോടിയേരി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് നടന്ന നിരവധി സംഭവങ്ങളിലെ പ്രതികളെ സെക്കൻഡ് വെച്ച് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. ഒരു തുമ്പുമില്ലാതിരുന്ന സേലം ബാങ്ക് കവർച്ചയിലെ പ്രതികളെ കേരളത്തിലെ പോലീസ് പിടിച്ചത് ഏറ്റവും വിദഗ്ധമായിട്ടാണ്. ഒരു 1-2 മണിക്കൂറിനകമാണ് 600 ഇന്നോവ കാറുകൾ കേരള പോലീസ് ചോദിച്ചത്. ഏറ്റവും സുസ്ഥിരമായ സേവനം ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തി. ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ പോലീസ് ചർച്ച ചെയ്തു.
അങ്ങനെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് പോയ കേരളത്തിലെ പോലീസ് എന്താ ഇപ്പോ അന്വേഷണം വഴിമുട്ടിച്ച് നിൽക്കുന്നത്? കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന പ്രതികൾ ഒന്നും കസ്റ്റഡിയിലില്ല. പ്രധാനപ്പെട്ട റഫീഖിലേക്ക് എത്താൻ വേണ്ടി പോലീസിന് പറ്റുന്നില്ല. ഈ വണ്ടി കൊടുത്ത നവീൻ ദാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മറ്റ് ബന്ധങ്ങളെ കുറിച്ച് പോലീസിന് എത്താൻ വേണ്ടി കഴിയുന്നില്ല. ഈ മാഹിയിലെ ഈ പറയുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പിരിറ്റ് മാഫിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയത്തിൽ പോലീസിന് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഈ സെൽവരാജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥിക്ക് മാഹിയിലെ ഈ പറയുന്ന സ്പിരിറ്റ് മാഫിയ തലവന്മാരുമായി ബന്ധമുണ്ട് എന്ന് 2002 ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറിവുള്ളതാണ്. PC ജോർജിന് ഈ പറയുന്ന ആളുകളുമൊക്കെയായി ബന്ധമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിരന്തരമായ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. PC ജോർജ് കണ്ണൂരിൽ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലും തലശ്ശേരിയിലും കേന്ദ്രീകരിച്ചതായി വാർത്തകൾ പുറത്തു വന്നു. ആ രീതിയിലേക്ക് ഇപ്പം അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ദിശ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് UDF നേതാക്കന്മാരിലേക്കാണ്. അങ്ങനെ നീങ്ങുന്ന ഘട്ടത്തിൽ അന്വേഷണം വഴിമുട്ടിച്ച് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് പോലെ ഈ പുകമറ സൃഷ്ടിച്ച് CPIM-നെ സംശയത്തിന്റെ മുൾമുന്നിൽ നിർത്തുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ UDF എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ അധികം ചെലവാകാൻ വേണ്ടി പോകുന്നില്ല. വരാനിരിക്കുന്ന നാളുകളിൽ ഈ പോലീസ് നിലപാടിനെതിരായി, ഗവൺമെന്റ് നിലപാടിനെതിരായി വലിയ ജനറോഷൻ ഈ കോഴിക്കോട് ജില്ലക്കകത്തും കേരളത്തിലാകെയും ഉയർന്നു വരും. കേരള പോലീസിലെ ഏറ്റവും വിദഗ്ധരായ ഉദ്യോഗസ്ഥന്മാരാണ്, ഏറ്റവും സുസ്ഥിരമായ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. അവരെ ഇപ്പോൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്തിനെ മാറ്റി, നേരത്തെ വടകര SP ഈ തലവനായിരുന്നു, അയാളെ മാറ്റി, അങ്ങനെയുള്ള മാറ്റം ഇടക്കിടക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥന്മാർ ആരും മോശമാണെന്നുള്ള അഭിപ്രായം തോന്നുന്നില്ല. പക്ഷേ അവരെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ വേണ്ടി പറ്റാവുന്ന രീതിയിലേക്ക് പിന്നെ ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്ന് മുൻകൂട്ടി ഈ നേതാക്കന്മാർ പ്രഖ്യാപിച്ച് അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന നിലപാട് കേരളത്തിലെ UDF സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള വലിയ വികാരം വരാനിരിക്കുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാവും. ദീർഘകാലം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും വലതുപക്ഷ നേതാക്കന്മാർക്കും ഈ പറയുന്ന രീതിയിലേക്ക് പുറമുറ സൃഷ്ടിച്ച് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആളുകൾ CPM-മാരാണോ? കേരളത്തിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്? ഇതെല്ലാം CPM-ആണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസ് നഗരിക്കകത്ത് എല്ലാ ജില്ലകളിലെയും രക്തസാക്ഷികളുടെ ചിത്രം CPIM പ്രസിദ്ധീകരിച്ചു. അവിടെ പിന്നെ പ്രസിദ്ധീകരിച്ചു. നൂറുകണക്കായ സഖാക്കളാണ് കഴിഞ്ഞ ഒരു 10-60 വർഷത്തിനിടയിൽ ഈ കേരളത്തിൽ CPIM നഷ്ടം വന്നത്. CPIM-ന് നഷ്ടപ്പെട്ടാത്ര സഖാക്കളെ, കൊലപാതകങ്ങളിലൂടെ നഷ്ടപ്പെട്ടാത്ര സഖാക്കളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനും കേരളത്തിൽ നഷ്ടപ്പെട്ടില്ല. CPIM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു സഖാവ് അഴീക്കോടൻ. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഈ കേരളത്തിലെ CPIM-ന്റെ ഏറ്റവും സമുന്നതനായ നേതാവുമായിട്ടുള്ള സഖാവ് അഴീക്കോടനെ ഭീകരമായി കൊലപ്പെടുത്തിയത് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയല്ലേ? കേരളത്തിൽ ഏതെങ്കിലും പാർട്ടിക്ക് ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെ ഇങ്ങനെ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? കോൺഗ്രസുകാരുടെ ഗൂഢാലോചനയുടെ പിൻബലത്തിലാണ് സഖാവ് അഴീക്കോടൻ ഭീകരമായി കൊലപ്പെടുത്തപ്പെട്ടത്. നേതാവ് EP ജയരാജൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആവേശമായി ഇന്നും ജീവിക്കുക സഖാവ് EP ജയരാജൻ. EP ജയരാജനെ പോക്ക് കൊടുത്ത് കൊല ചെയ്യാൻ കൊട്ടേഷൻ സംഘത്തെ അയച്ചതാരാ? സുധാകരൻ, MV രാഘവൻ തുടങ്ങിയ നേതാക്കന്മാരാണെന്ന് കേരളത്തിൽ തൊഴിൽ സഹിതം പുറത്തു വന്നു. പേട്ട വിജയൻ എന്നും ചക്രംചാരി ശശി എന്നും പറയുന്ന 2 ക്രിമിനലുകളെ, കൊട്ടേഷൻ സംഘാംഗങ്ങളെ കേരളത്തിൽ രാഷ്ട്രീയം കൊട്ടേഷൻ കൊടുത്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ കൊലയുന്ന Zero balance on your account.